ട്യൂട്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പോർഷൻ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിലെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു പോർഷനാണ്. ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം മിനിമം വാല്യൂ കാണാൻ, അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് മാക്സിമ മിനിമ, അല്ലെ വേറൊരു പേരുകൂടെ ഉണ്ട് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം. ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ അല്ലെ മിനിമം വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഏതൊരു ഫംഗ്ഷൻ തന്നാലും അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ വൈയുടെ വാല്യൂ തരുമ്പം ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പം കിട്ടുന്ന എക്സിൻ്റെ വാല്യൂസാണ് ഈ കിട്ടുന്ന വാല്യൂസ് എല്ലാം. ഏതെങ്കിലുമൊക്കെ പോയിൻറ്റ്സ് കിട്ടും. ഈ പോയിൻറ്റ്സിൻ്റെ പേരാണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്. ആ പോയിൻറ്റിൽ നിന്നും സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടിട്ട് ഈ കിട്ടിയ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഓരോന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് എ സെക്കൻഡ് ഡെറിവേറ്റീവിൽ ഈ പോയിൻ്റ് ഇട്ട് കൊടുക്കുമ്പം ആൻസർ നെഗറ്റീവാണ് വരുന്നതെങ്കിൽ, ഈ പോയിൻ്റ് കൊടുക്കുമ്പം ആൻസർ നെഗറ്റീവാണ് വരുന്നതെങ്കിൽ മാക്സിമം വാല്യൂ ആയിരിക്കും കിട്ടുക. സെക്കൻഡ് ഡെറിവേറ്റീവിൽ കൊടുക്കുമ്പം 0യെക്കാട്ടി കുറവാണെങ്കിൽ അത് നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. ഈ എക്സിസ്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഈ കൊടുത്ത പോയിൻ്റ് എ. ആ പോയിൻ്റിലായിരിക്കും മാക്സിമം വാല്യൂ ആ ഫംഗ്ഷന് കിട്ടുന്നത്. ആ പോയിൻ്റ് ക്വസ്റ്റ്യനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ആ ഫംഗ്ഷൻ്റെ മാക്സിമം കിട്ടും. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവിനകത്ത് ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പം ആ കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ മിനിമം വാല്യൂ ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. ആ മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ആ പോയിൻ്റ് ബി. മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ ആ പോയിൻ്റ് ക്വസ്റ്റ്യനകത്ത് കൊടുക്കുമ്പം ആ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ കിട്ടും. ആ പോയിൻ്റ് ഫംഗ്ഷനകത്ത് കൊടുക്കുമ്പം ആ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. ഒന്നുകൂടി പറയാം. ഒരു ഫംഗ്ഷൻ തരുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവിൽ നിന്നും പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പം പോയിൻറ്റ്സ് കിട്ടും. ആ പോയിൻറ്റ്സിൻ്റെ പേരാണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. സെക്കൻഡ് ഡെറിവേറ്റീവിൽ ഈ പോയിൻ്റ് ഇട്ട് കൊടുക്കുമ്പം കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. ആ പോയിൻ്റ് ഫംഗ്ഷനകത്ത് കൊടുക്കുമ്പോൾ മാക്സിമം വാല്യൂ കിട്ടും. അതേപോലെ തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ മാക്സിമം മിനിമം കണ്ടുപിടിക്കാം. വേറൊരു പേരാണ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം അല്ലെ മാക്സിമം മിനിമം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ ടെസ്റ്റിൻ്റെ പേരാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ യൂസിങ് ടു ഫൈൻഡ് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഫോർ എ ഫംഗ്ഷൻ. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദി മാക്സിമം ആൻഡ് മിനിമം വാല്യൂ. ഫൈൻഡ് ദി മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഫോർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് is equal to. Find the maximum and minimum value for the function f of x equal to 9x square plus 12x plus 3. f of x is equal to 9x square plus 12x plus 3. ഈ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. എഫ് ഡാഷ് എക്സ് is equal to 0. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് 9 ഇൻറ്റു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനൂടെ വരുമ്പം കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. ഡെറിവേറ്റീവ്സ് ഡിഫറൻഷ്യബിലിറ്റിക്കകത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. 9 ഇൻറ്റു 2x പ്ലസ്
12 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. 3 ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0. അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പം വാല്യൂ 18x പ്ലസ് 12 ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ 18x ഈസ് ഈക്വൽ ടു -12. എക്സിൻ്റെ വാല്യൂ -12/18. എക്സ് -12/18. ആ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ 4 കൊണ്ടോ 2 കൊണ്ടോ ഒക്കെ ക്യാൻസൽ ചെയ്യാം. 4 കൊണ്ടല്ല 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ വാല്യൂ -6 അവിടെ 2 കൊണ്ടല്ല 6 കൊണ്ട് ക്യാൻസൽ ചെയ്യുക, അതാകുമ്പോൾ എളുപ്പമുണ്ട്. അപ്പോൾ ആൻസർ -2/3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -2/3 കിട്ടി. ആ കിട്ടിയ എക്സിൻ്റെ വാല്യൂ ഒരൊറ്റ പോയിൻ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പോയിന്റിൽ മാക്സിമം ആകാം അല്ലെ മിനിമം ആകാം എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു പോയിന്റിൽ മാക്സിമം ആണോ മിനിമം ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ആ പോയിന്റ് -2/3 കിട്ടി. അതിൽ മാക്സിമം വാല്യൂ ആണോ മിനിമം വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഈ കിട്ടിയ പോയിന്റിൻ്റെ പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്. ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടി. അതിൽ നിന്ന് ഒന്നുകൂടി ഡെറിവേറ്റീവ് കാണുമ്പം 18 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. 18 ഇൻറ്റു 1. 12 ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0. അപ്പോൾ 18 ഇൻറ്റു 1 18. ആ വാല്യൂവിൽ കിട്ടിയ പോയിന്റ് -2/3 ഇട്ട് കൊടുക്കുമ്പം -2/3 കൊടുക്കുമ്പം 18 ഇൻറ്റു അവിടെ എക്സിൻ്റെ വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പോയിന്റ് ഇട്ട് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അവിടെ ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ് കിട്ടിയത്. കോൺസ്റ്റൻ്റ് കിട്ടിയത് കൊണ്ട് അത് വാല്യൂസ് ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ വാല്യൂ പോസിറ്റീവാണ്. സെക്കൻഡ് ഡെറിവേറ്റീവിൽ ആ പോയിന്റ് ഇട്ട് കൊടുത്തപ്പം ആൻസർ പോസിറ്റീവ് ആയതുകൊണ്ട് മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്തു. പോയിന്റ് ഇട്ട് കൊടുത്തപ്പം കിട്ടിയ ആൻസർ പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് മിനിമം വാല്യൂ ആണ് എക്സിസ്റ്റ് ചെയ്തത്. ഇനി മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ മിനിമം വാല്യൂ ഈസ് ഗിവൺ ബൈ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഈ പോയിന്റ് ഇട്ട് കൊടുക്കണം. f ഓഫ് -2/3 ക്വസ്റ്റ്യനകത്ത് ഫംഗ്ഷനകത്ത് ഇവിടെ അപ്പം മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യാനില്ല. ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ പോയിന്റിൽ മിനിമോ മാക്സിമോ കിട്ടും. അപ്പം ചെക്ക് ചെയ്ത് നോക്കിയപ്പം മിനിമം വാല്യൂ ആണ് കിട്ടുക. അപ്പം മിനിമം വാല്യൂ കാണാൻ ക്വസ്റ്റ്യനകത്ത് എക്സിന് പകരം പോയിന്റ് ഇട്ട് കൊടുക്കണം -2/3. അപ്പം 9 ഇൻറ്റു -2/3 ഹോൾ സ്ക്വയർ 4/9 പ്ലസ് 12 ഇൻറ്റു -2/3 12 ഇൻറ്റു -2/3 പ്ലസ് 3 9ഉം 9ഉം ക്യാൻസലായിപ്പോയി 4. പിന്നെ 3ഉം 12ഉം കൂടെ ക്യാൻസലായിപ്പോയി 4 ഇൻറ്റു -2 -8 പ്ലസ് 3 4 -2 ഇൻറ്റു 4 -8 പ്ലസ് 3. അപ്പോൾ 4 -8 പ്ലസ് 3. അപ്പം മിനിമം വാല്യൂ കാണാൻ 4 -8 -4 പ്ലസ് 3 -1 -4 പ്ലസ് 3 ആൻസർ -1. അപ്പോൾ ഈ വാല്യൂ കിട്ടാവുന്ന ഏറ്റവും മിനിമം വാല്യൂ ആണ് -1 കിട്ടിയത്. ഒരു പോയിന്റ്, ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത കിട്ടിയ പോയിൻറ്റ്സ് ഒരൊറ്റ പോയിൻ്റേ ഉള്ളൂ. ആ പോയിന്റിൽ മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്തു. ആ മിനിമം വാല്യൂ -1 ആണ് കിട്ടിയത്.
ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനിൽ നിന്നും മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കുന്നത്. നമുക്ക് 1-2 ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഇതേ മോഡൽ തന്നെ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ ഒരു ഫംഗ്ഷൻ്റെ കാണാൻ ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദി മാക്സിമം ആൻഡ് മിനിമം f of x is equal to, find the maximum and minimum f of x is equal to 2x minus 1 the whole square plus 3. Find the maximum value f of x is equal to 2x minus 1 the whole square plus 3. ഇതിപ്പോൾ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തപ്പം ഇത് ഫുൾ എക്സ് ആണ്, ഇത് ഫുൾ എക്സ്. അപ്പോൾ ആ ഫോം എക്സ് സ്ക്വയർ ആണ്. ഇത് ഫുൾ എക്സ്, അപ്പോൾ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആയതുപോലെ 2 ഇൻറ്റു 2x മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x വന്നു. അപ്പോൾ ചെയിൻ റൂൾ ആയിരുന്നു. ഇത് ഫുൾ എക്സ്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ഇൻറ്റു 2xൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു 1 മൈനസ് 1 ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0 പ്ലസ് 3 ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0 ഈസ് ഈക്വൽ ടു 0. 2 ഇൻറ്റു 2 4 ഇൻറ്റു 2x മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. അല്ലെ 2x മൈനസ് 1 ഈസ് ഈക്വൽ ടു 0/4. ആൻസർ 0. 2x ഈസ് ഈക്വൽ ടു 1. എക്സിൻ്റെ വാല്യൂ 1/2. 2x ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1/2. ഇപ്പോൾ കുറച്ചു മുമ്പ് നമ്മൾ ചെയ്ത അതേ മോഡലാണ്. ഈ പ്രോബ്ലത്തിൽ ഒറ്റ പോയിൻ്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്തുള്ളൂ. അപ്പോൾ ആ പോയിന്റിൽ മാക്സിമം ആണോ മിനിമം ആണോ നമുക്ക് ചെയ്ത് നോക്കാം. ഈ പോയിന്റിൻ്റെ പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടി, അതിൽ നിന്ന് സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്തപ്പം f ഡബിൾ ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 2xൻ്റെ ഡെറിവേറ്റീവ് 2 മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ 4 ഇൻറ്റു 2 ആൻസർ 8 ആണ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു 8. സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ 8 ആണ്. അപ്പോൾ ആ സെക്കൻഡ് ഡെറിവേറ്റീവിൽ ഈ പോയിൻ്റ് ഇട്ട് കൊടുത്തപ്പോഴും ആൻസർ എക്സ് അവിടെ ഇല്ല പോയിൻ്റ് കൊടുക്കാൻ. അപ്പോൾ ആൻസർ പോസിറ്റീവ്. പോസിറ്റീവ് വന്നതുകൊണ്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് വന്നാൽ മിനിമം വാല്യൂ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ എക്സിന് 1/2 ഇട്ട് കൊടുക്കണം. അപ്പം സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുത്തപ്പം ആൻസർ പോസിറ്റീവ് വന്നതുകൊണ്ട് മിനിമം വാല്യൂ കിട്ടും. അപ്പം മിനിമം വാല്യൂ ഈസ് ഗിവൺ ബൈ, മിനിമം വാല്യൂ ഈസ് ഗിവൺ ബൈ, ക്വസ്റ്റിനകത്ത് ആ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ ആ പോയിന്റ് കൊടുത്തു. എഫ് ഓഫ് 1/2 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 1/2 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3. 2ഉം 2ഉം ക്യാൻസലായിപ്പോയി. 1 മൈനസ് 1 0, 0 സ്ക്വയർ 0, 0 പ്ലസ് 3 3. അതാണ് ആ ക്വസ്റ്റിന് കിട്ടാവുന്ന മിനിമം വാല്യൂ. നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്തതിൽ ആ 2 ക്വസ്റ്റ്യനിലും ഒരു പോയിന്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് അവിടെ മിനിമം അല്ലെങ്കിൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ചെയ്ത ക്വസ്റ്റ്യനിലെല്ലാം മിനിമം ആണ് വാല്യൂ കിട്ടിയത്. അപ്പോൾ ഇതേപോലെ 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു ക്വസ്റ്റ്യൻ പറയാം. ഇതേ മോഡൽ തന്നെ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വേറൊരു ക്വസ്റ്റ്യൻ മൈനസ് ഓഫ്
എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 10. ഇതേപോലെ ചെയ്തു നോക്കണം. രണ്ട് പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഒന്നിൽ മാക്സിമം മറ്റേ പോയിന്റിൽ മിനിമം എക്സിസ്റ്റ് ചെയ്യും. വേറെ ഒന്നുകൂടി എക്സ് ക്യൂബ് പ്ലസ് 1 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 1. ഈ രണ്ട് ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ ചെയ്തു നോക്കുക. മാക്സിമം അല്ലെ മിനിമം 2 പോയിന്റ് ഉണ്ട്, ഒന്ന് മാക്സിമം ഒന്ന് മിനിമം കിട്ടും. ഒറ്റ പോയിന്റ് ആണെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം ആയിരിക്കും. ഈ ടെസ്റ്റിൻ്റെ പേരാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഒന്നുകൂടി പറയാം, ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പം കിട്ടുന്ന പോയിൻറ്റ്സ് പേര് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. ആ പോയിൻ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുക്കുമ്പോൾ ആൻസർ നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം വാല്യൂ കിട്ടും. ആ കൊടുത്ത പോയിൻ്റ് ഫംഗ്ഷനകത്ത് കൊടുക്കുമ്പോൾ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവിനകത്ത് നെഗറ്റീവാണ് വരുന്നതെങ്കിൽ അവിടെ സെക്കൻഡ് ഡെറിവേറ്റീവിനകത്ത് ഇട്ട് കൊടുക്കുമ്പം പോസിറ്റീവ് ആണെങ്കിൽ മിനിമം, സെക്കൻഡ് ഡെറിവേറ്റീവിൽ കൊടുക്കുമ്പം നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം ആണ് എക്സിസ്റ്റ് ചെയ്യുക. ആ പോയിൻറ്റ്സ് ക്വസ്റ്റിനിൽ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മാക്സിമം മിനിമം വാല്യൂ കിട്ടും. മാക്സിമം മിനിമം വാല്യൂ ഒരു ഫംഗ്ഷൻ്റെ കണ്ടുപിടിച്ചതുപോലെ തന്നെ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു പോർഷനാണ് അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ഒരു ഫംഗ്ഷൻ്റെ നമുക്ക് എങ്ങനെ കണ്ടുപിടിച്ച് വാല്യൂ കാണാമെന്ന് നോക്കാം. അപ്പോൾ പേരൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞത് മാക്സിമ അല്ലെ മിനിമ അല്ലെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം അല്ലെ മാക്സിമം മിനിമം. ഇനി നമ്മൾ പഠിക്കുന്നത് അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം. ഇവിടെ ഒരു ഫംഗ്ഷൻ തരും, ഒരു ഇൻ്റർവെല്ലും കാണും. ഒരു ഫംഗ്ഷനകത്ത് ഒരു ഇൻ്റർവെല്ലും കൂടി തന്നാൽ മാക്സിമം മിനിമം കാണുന്നതിൻ്റെ പേരാണ് അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം. ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഇപ്പോൾ നമ്മൾ പഠിച്ചതുപോലെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കിട്ടുന്ന പോയിൻറ്റ്സ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആണ്. ആ കിട്ടുന്ന വാല്യൂസ് അല്ലെ പോയിൻറ്റ്സ് ഈ ഇൻ്റർവെല്ലിൻ്റെ ഇടയ്ക്കുള്ളതാണെങ്കിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ മാത്രമേ ഈ രണ്ട് വാല്യൂസും എടുക്കാവുള്ളൂ. ഇവിടെ തരുന്ന ഇൻ്റർവെല്ലിൻ്റെ ഇടയ്ക്ക് എക്സ്ക്ലൂഡഡ് വാല്യൂസ് എടുക്കാൻ പാടില്ല. ഈ കിട്ടുന്ന പോയിൻറ്റ്സ് ഇൻ്റർവെല്ലിൻസിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ആ പോയിൻറ്റ്സ് ഈ രണ്ട് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എടുക്കണം. കൂടാതെ ആ ബിറ്റ്വീൻ ഈ നമ്പേഴ്സിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഈ കിട്ടുന്ന പോയിൻറ്റ്സ് കൂടെ എടുത്ത് കിട്ടുന്ന എല്ലാ പോയിൻറ്റ്സും ക്വസ്റ്റിനകത്ത് ആ ഫംഗ്ഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ വാല്യൂ അബ്സല്യൂട്ട് മാക്സിമം, ഏറ്റവും ചെറുത് അബ്സല്യൂട്ട് മിനിമം ആണ്. ഇങ്ങനെയാണ് അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കണ്ടുപിടിക്കുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫൈൻഡ് അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം ഫോർ ദി ഫംഗ്ഷൻ f of x is equal to 3x raised to 4 minus 8x cube. 3x raised to 4 minus 8x cube plus 12x square minus 48x. 12x square minus 48x plus 25 in the interval 0,3. In the interval 0,3. ഇതാണ് ഫംഗ്ഷൻ. അതിൽ തന്ന ഇൻ്റർവൽ 0,3 ആണ്. ഇതിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. 3 ഇൻറ്റു എക്സ് റൈസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് 4x ക്യൂബ് മൈനസ് 8 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ പ്ലസ്
12 ഇൻറ്റു, അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ എല്ലാം ഡെറിവേറ്റീവ് നമ്മൾ ഡിഫറൻഷ്യബിലിറ്റിയിൽ പഠിച്ചിരിക്കണം, എങ്കിലേ സ്മൂത്തായിട്ട് ഡെറിവേറ്റീവ് കാണാൻ പറ്റൂ. അപ്പോൾ 12 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x മൈനസ് 48 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. കോൺസ്റ്റൻറ്റ് തനിയെ വരുമ്പോൾ ഡെറിവേറ്റീവ് 0. ഈ കിട്ടിയ ഫംഗ്ഷൻ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 12x³ മൈനസ് 24x² പ്ലസ് 24x മൈനസ് 48 ഈസ് ഈക്വൽ ടു 0. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എല്ലാത്തിലും ഒരു 12 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. x³ മൈനസ് 24/12 2x² പ്ലസ് 2x മൈനസ് 4 ഈസ് ഈക്വൽ ടു 0. എല്ലാത്തിലും കോമൺ ആണെങ്കിൽ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന കേസിൽ കോമൺ ആണെങ്കിൽ ആ നമ്പർ കൊണ്ട് കോൺസ്റ്റൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എല്ലാ ഗ്രൂപ്പിലും എക്സിൻ്റെ ഒരു ടേം ഉണ്ട്. 48x ആണെങ്കിൽ എക്സിൻ്റെ ടേം കോമൺ ആയിട്ട് എടുക്കാനേ പറ്റൂ, കോൺസ്റ്റൻ്റ് കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. തേർഡ് ഡിഗ്രിയാണ്. പല മെത്തേഡിൽ നമുക്ക് തേർഡ് ഡിഗ്രിയുടെ സൊല്യൂഷൻ കാണാം. അപ്പോൾ ഇതിൽ ഏറ്റവും എളുപ്പമാർഗം ആദ്യത്തെ 2 ടേമിൽ നിന്നും ഒരു x² കോമൺ എടുത്തു. ഒരു x² കോമൺ എടുത്തപ്പം ബാലൻസ് x³ നിന്ന് x² എടുത്തപ്പം എക്സ് മൈനസ് x² കോമൺ എടുത്തപ്പം x മൈനസ് 2 പ്ലസ് ഇവിടുന്ന് ഒരു 2 കോമൺ എടുത്തപ്പം x മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇപ്പോൾ ഈ പ്ലസ് വരെ ഒരു ടേം, പ്ലസ് കഴിഞ്ഞ് വേറൊരു ടേം. അപ്പോൾ രണ്ടെണ്ണത്തിൽ നിന്നും കോമൺ ആയിട്ട് ഒരു x മൈനസ് 2 കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ x മൈനസ് 2 ഇൻറ്റു x മൈനസ് 2 വെളിയിൽ വന്നപ്പോൾ ബാക്കി മിച്ചം x² പ്ലസ് x മൈനസ് 2 വെളിയിൽ വന്നു പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. ബ്രാക്കറ്റിൻ്റെ അർത്ഥം ഇൻറ്റു എന്നാണ്. 2 ടേം തമ്മിലുള്ള പ്രോഡക്റ്റ് 0 ആണെങ്കിൽ, 2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആണെങ്കിൽ ഐദർ a ഈസ് ഈക്വൽ ടു 0 ഓർ b ഈസ് ഈക്വൽ ടു 0. ഏതേലും ഒരു നമ്പർ 0 ആണെങ്കിലേ അതിൻ്റെ പ്രോഡക്റ്റ് 0 വരൂ. അത് വെച്ച് നമ്മൾ ചെയ്യുമ്പം ഇവിടെ x മൈനസ് 2 2 ടേം ഉണ്ട്. അപ്പോൾ x മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 ഓർ x² പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അതിൽ x മൈനസ് 2 ഈസ് ഈക്വൽ 0 ആകുമ്പം എക്സിൻ്റെ വാല്യൂ 2 ആണ്. x ഈസ് ഈക്വൽ ടു 2. x² പ്ലസ് 2 0 ആകുമ്പം x² ഈസ് ഈക്വൽ ടു മൈനസ് 2. ഒരു നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് 2 ആണെങ്കിൽ ആ വാല്യൂ കാണാൻ റൂട്ട് മൈനസ് 2. x² 4 ആണെങ്കിൽ എക്സ് കാണാൻ റൂട്ട് 4 പ്ലസ് ഓർ മൈനസ് 2. റൂട്ടിൽ നെഗറ്റീവ് വന്നാൽ അതൊരു ഇമാജിനറി നമ്പറാണ്, അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ റൂട്ട് 2i ആണ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റിയൽ നമ്പേഴ്സ് മാത്രമേ ഇവിടെ എടുക്കാവുള്ളൂ. അപ്പോൾ ഇമാജിനറി ആയതുകൊണ്ടാണ് ഈ ടേം എടുക്കാത്തത്. ഇപ്പോൾ റിയൽ നമ്പേഴ്സ് ഇവിടെ ഒരു വാല്യൂ ഉള്ളൂ 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടിയ ഒറ്റ പോയിൻ്റ് 2 ആണ്. ഈ ഇൻ്റർവൽ, ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-3ൽ അതിൻ്റെ ഇടയ്ക്കുള്ളതാണെങ്കിൽ മാത്രമേ കിട്ടിയ പോയിൻ്റ് എടുക്കാവുള്ളൂ. ഇപ്പോൾ 0യ്ക്കും 3യ്ക്കും ഇടയ്ക്കാണ് 2 വന്നത്, അതുകൊണ്ട് ആ 2ൻ്റെ വാല്യൂസ് എടുക്കാം. 0യ്ക്കും 3യ്ക്കും ഇടയ്ക്കാണ്. കിട്ടിയ വാല്യൂ 4 ആണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റാത്തത് 0യും 3യും കഴിഞ്ഞിട്ടാണ്, എക്സ്ക്ലൂഡഡ് വാല്യൂ ആണ്. അതുകൊണ്ട് ആ വാല്യൂ എടുക്കണ്ട. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ എടുക്കാൻ പറ്റുന്നത് 0, 2, 3 ഇത്രയും പോയിൻറ്റ്സ്. ആ കിട്ടിയ പോയിൻറ്റും ആ ഇൻ്റർവെല്ലിലെ വാല്യൂസും
ക്വസ്റ്റിനിൽ കൊടുക്കണം. ക്വസ്റ്റിനിൽ കൊടുക്കുമ്പം എഫ് ഓഫ് 0 എക്സ് ഉള്ളിടത്തെല്ലാം 0 0 0 0 0 25. എഫ് ഓഫ് 2 എക്സിനെല്ലാം 2 ഇട്ട് കൊടുക്കണം. അവിടെ വാല്യൂ 3 ഇൻറ്റു 2 റൈസ് ടു 4 16 -8 ഇൻറ്റു 2 ക്യൂബ് 8 പ്ലസ് 12 ഇൻറ്റു 2 സ്ക്വയർ 4 -48 ഇൻറ്റു 2 പ്ലസ് 25. ആ വാല്യൂ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് എഫ് ഓഫ് 2വിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ കിട്ടുന്ന വാല്യൂ -39 ആണ്. -39. ഇതേപോലെ തന്നെ എക്സിന് 3 ഇട്ട് കൊടുക്കണം. അതാണ് എഫ് ഓഫ് 3. എക്സിന് പകരം 3 കൊടുക്കണം. അപ്പോൾ എഫ് ഓഫ് 3 കൊടുത്തപ്പോൾ വാല്യൂ 16. ഈ വാല്യൂ 16, ഇത് 25. എഫ് ഓഫ് 2 -39. കിട്ടിയതിൽ ഏറ്റവും മാക്സിമം 25 ആണ്. അപ്പോൾ ഈ 25 ആണ് അബ്സല്യൂട്ട് മാക്സിമം. ഇതാണ് അബ്സല്യൂട്ട് മാക്സിമം. ഏറ്റവും മിനിമം -39. ഇതാണ് അബ്സല്യൂട്ട് മിനിമം. അബ്സല്യൂട്ട് മിനിമം. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനും കുറച്ച് മുമ്പ് ചെയ്തത് നമ്മൾ ഡിഫറൻസ്. ഒരു ഇൻ്റർവെൽ തന്നാൽ മാക്സിമം മിനിമം എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമമേ ചെയ്യാവുള്ളൂ. ഫസ്റ്റ് ഡെറിവേറ്റീവിൽ നിന്നും പോയിൻറ്റ്സ് ആ ഇൻ്റർവെല്ലിൻ്റെ ഇടയ്ക്കുള്ളതാണെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ. ആ പോയിൻ്റ് ക്വസ്റ്റ്യനകത്ത് കൊടുത്ത് മാക്സിമം മിനിമം കണ്ടുപിടിക്കണം. ഇപ്പോൾ പഠിച്ചതാണ് അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകൾ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ കാണാം. അപ്പോൾ ട്യൂട്ടേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് ഇനി വരുന്ന വീഡിയോസിൽ കാണാം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.